T20 ലോകകപ്പിൽ ഒമാനെതിരെ സിംബാബ്വെ കളിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ മറ്റൊരു കൗതുകം കൂടിയുണ്ടായിരുന്നു. മത്സരത്തിലെ എല്ലാ കണ്ണുകളും ആ മനുഷ്യന്റെ നേരെയായിരുന്നു. സിംബാബ്വെയുടെ വെറ്ററൻ വിക്കറ്റ് കീപ്പർ ആയ ബ്രണ്ടൻ ടൈലർ എന്ന ആ ഒരു മനുഷ്യന് നേരെയായിരുന്നു ആളുകളുടെയൊക്കെയും കണ്ണുകൾ. ആ മത്സരത്തിൽ ബ്രണ്ടൻ ടൈലർ അച്ചീവ് ചെയ്തത് വളരെ അപൂർവമായ ഒരു മൈൽ സ്റ്റോൺ ആണ്. 2007 പ്രഥമ T20 ലോകകപ്പും ഈ T20 ലോകകപ്പും കളിച്ച ഒരൊറ്റ കളിക്കാരനെ ലോക ചരിത്രത്തിലുള്ളൂ. അത് ബ്രണ്ടൻ ടൈലറാണ്. ആദ്യ എഡിഷൻ T20 ലോകകപ്പ് മുതൽ ഈ ലോകകപ്പ് വരെയുള്ള ബ്രണ്ടൻ ടൈലറുടെ കാലം അത്രയും നീണ്ട 19 വർഷങ്ങൾ. ഒരേ ഒരു ബ്രണ്ടൻ ടൈലർ. 2006 ബ്രണ്ടൻ ടൈലർ ബംഗ്ലാദേശിനെതിരെ തൻ്റെ T20 അരങ്ങേറ്റം കുറിച്ചത്. ഇപ്പോൾ 40-കാരനായ ടൈലർ ഇടയ്ക്ക് 2015 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയും ചെയ്തിരുന്നു. അന്ന് 2015 ലോകകപ്പിലെ ഇന്ത്യക്കെതിരെയുള്ള മത്സരശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ ആ സമയത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് 2017 2 വർഷത്തിനു ശേഷം അദ്ദേഹം വീണ്ടും സിംബാബ്വെ ടീമിലേക്ക് ഈ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച് തിരിച്ചെത്തുന്നു. നിലവിൽ നമുക്കറിയാം 1185 റൺസുകൾ 56 T20 ഇന്നിംഗ്സുകളിൽ നിന്നായി ബ്രണ്ടൻ ടൈലർ നേടിയിട്ടുണ്ട്. ഇതിലൊരു സെഞ്ചുറിയും 6 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. ഏകദിനത്തിലാവട്ടെ 207 മത്സരങ്ങളിലായി 6704 റൺസാണ് അദ്ദേഹം നേടിയത്. ഇതിൽ 11 സെഞ്ചുറികളും 39 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. T20 ലോകകപ്പ് ആദ്യ എഡിഷൻ ബ്രണ്ടൻ ടൈലറെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തതായിരുന്നു. ആ ലോകകപ്പിലെ ആദ്യത്തെ അട്ടിമറി നടത്തിയത് സിംബാബ്വെ ആയിരുന്നു. സച്ചൽ റിക്കി പോണ്ടിങ്ങിന്റെ മൈറ്റി ഓസീസിനെ സിംബാബ്വെ ബ്രണ്ടൻ ടൈലറിന്റെ മികവിൽ അന്ന് മറികടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ 50 നേടുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടവും അന്ന് ബ്രണ്ടൻ ടൈലർ ആ മത്സരത്തിലൂടെ സ്വന്തമാക്കുകയുണ്ടായി. പുറത്താകാതെ ബ്രണ്ടൻ ടൈലർ 60 റൺസ് നേടിയപ്പോൾ 5 വിക്കറ്റിനായിരുന്നു ഓസീസിനെതിരെയുള്ള സിംബാബ്വെയുടെ 2007 T20 ലോകകപ്പിലെ അട്ടിമറി ജയമുണ്ടായത്. ആ സമയത്ത് അതൊരു ചരിത്ര വിജയം തന്നെയായിരുന്നു. സിംബാബ്വെയുടെ മുൻ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ബ്രണ്ടൻ ടൈലർ. ഒരുപക്ഷെ ആൻഡി ഫ്ലവറിന് ശേഷം സിംബാബ്വെ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച ബാറ്റർ കൂടിയാണ് അയാൾ. 2015 മുൻ സിംബാബ്വെ ക്യാപ്റ്റൻ അലിസ്റ്റർ ക്യാമ്പൽ ബ്രണ്ടൻ ടൈലറെ കഴിഞ്ഞ 7-8 വർഷമായി ഞങ്ങളുടെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. തേർഡ് മാൻ മുകളിലൂടെയുള്ള അപ്പർ കട്ട്, റാം ഷോട്ടുകൾ എന്നിവയൊക്കെ ടൈലറുടെ ട്രേഡ് മാർക്ക് സിഗ്നേച്ചർ ഷോട്ടുകളായിരുന്നു ആ സമയത്ത്. 2011 ക്രിക്കറ്റ് ലോകകപ്പിന് ശേഷം എൽട്ടൺ ചിഗുംബരയിൽ നിന്നും അദ്ദേഹം ക്യാപ്റ്റൻസി ചുമതല ഏറ്റെടുത്തതിന് ശേഷം 2015 ICC ക്രിക്കറ്റ് ലോകകപ്പ് വരെ അദ്ദേഹം സിംബാബ്വെയുടെ ഏകദിന നായകൻ കൂടിയായിരുന്നു. തുടർച്ചയായി ഏകദിന സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ സിംബാബ്വെ ബാറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം. 2011 ഒക്ടോബറിൽ ന്യൂസിലാൻഡിനെതിരെ ആ 2 സെഞ്ചുറികൾ നേടിയപ്പോൾ അങ്ങനൊരു റെക്കോർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. 2015 ICC ക്രിക്കറ്റ് ലോകകപ്പിൽ അദ്ദേഹം വീണ്ടും ഈ നേട്ടം, അതായത് തുടർച്ചയായി 2 ഏകദിന ഇന്നിംഗ്സുകളിൽ സെഞ്ചുറി നേടുക എന്ന നേട്ടം ആവർത്തിക്കുകയും ചെയ്തു. 2015 ICC ക്രിക്കറ്റ് ലോകകപ്പിൽ അദ്ദേഹം നേടിയത് 433 റൺസാണ്. അതായത് ഏതൊരു ലോകകപ്പിലും ഒരു സിംബാബ്വെ താരം നേടുന്ന ഏറ്റവും കൂടുതൽ ഒരു എഡിഷനിൽ ലോകകപ്പിലെ റൺസ് എന്ന നിലയിൽ അതൊരു റെക്കോർഡായിരുന്നു ആ സമയത്ത്.